ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. നമുക്ക് ഏവർക്കും ഇഷ്ടമായ, അത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ് കിട്ടുന്ന, KFCയിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ KFC ചിക്കൻ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ചിക്കൻ കഴിക്കാൻ. ഈ ടെക്സ്ചർ കണ്ടില്ലേ, നമുക്ക് പുറത്ത് KFCയിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടെക്സ്ചറും ടേസ്റ്റുമാണ് ഈ ചിക്കൻ കഴിക്കുമ്പം. ഈ ക്രിസ്മസിനും അതുപോലെ നമുക്കിപ്പം ബർത്ത്ഡേക്ക്, കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ അടിപൊളി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. നമുക്കിന്ന് നമ്മൾ KFCയിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പം ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള 1 കിലോ ചിക്കൻ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ലെഗ് പീസ് മാത്രമാണ് ഈ ഫ്രൈഡ് ചിക്കന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്കിന്നോട് കൂടിയത് വേണം നമ്മൾ എടുക്കാൻ, അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം, അതാകുമ്പം കറക്റ്റായിട്ട് നമുക്ക് മിക്സായി കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഈ പെപ്പറും ഉപ്പും ഒക്കെ നന്നായിട്ട് ഈ ചിക്കൻ പീസസിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 20 മിനിറ്റ്സ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഈ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു ബൗൾ എടുക്കാം. ഇതുപോലത്തെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാനൊരു 1/2 കപ്പ് കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂണോളം തൈര് കാണും. ഇത് കട്ടത്തൈരാണിത്. ജസ്റ്റ് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കട്ടകളൊക്കെ ഒന്ന് മാറ്റണം. ഇതുപോലെ ഇളക്കി കട്ടയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ തൈരിനെ മോരാക്കി മാറ്റണം, അതാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈരിനെ നമ്മളിപ്പോൾ മോരും വെള്ളമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഈ ഒരു മോരും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മോരും വെള്ളത്തിലേക്ക് നമ്മൾ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്കൊരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്കൊരു പ്ലേറ്റ് എടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് നമുക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 3/4 കപ്പോളം കോൺഫ്ലേക്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊടിക്കണം. നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഈ 3/4 കപ്പ് കോൺഫ്ലേക്സ് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലെ ക്രഷ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പം നന്നായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നമ്മളിവിടെ ടോട്ടലായിട്ടൊരു 1/4 കപ്പ് മൈദയാണ് ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി മതിയാവും. നമുക്ക് ഒരുപാട് കളർ മാറാൻ പാടില്ല നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ. അപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ പൗഡർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് മിക്സഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്പൂൺ ഇട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് 4 മുട്ട എടുത്തേക്കുന്നത്. നിങ്ങൾ കുറച്ച് ഇത്രയും 1 കിലോയോളം നമ്മൾ എടുക്കുന്നില്ലെങ്കിൽ ഒരു 2 മുട്ടയോ 3 മുട്ടയോ മതിയാവും. ഇനി നമുക്ക് ഈ ഫോർക്ക് ഇട്ട് വെച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഈ ഫോർക്ക് ഇട്ട് കൊണ്ട് തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി അപ്പോൾ നമ്മൾ ബാറ്ററെല്ലാം ഡിപ്പ് ചെയ്യാനുള്ള ബാറ്ററെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. മോറിൽ കിടക്കുന്ന ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് 2 പ്ലേറ്റിലായിട്ട് ആക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ഫ്രൈഡ് ചിക്കന് ഡബിൾ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റാം. 2ആയിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്യാം. ഒരു ഹാഫ് പോർഷനോളം ഞാനിപ്പം ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഹാഫ് ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ 2ആയിട്ട് ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു കോട്ടിംഗ് എടുത്ത് വെച്ചതിന് ശേഷം സെൻട്രലായിട്ട് നമുക്ക് ഈ എഗ്ഗിൻ്റെ കോട്ട് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ഫൈനലായിട്ട് ഈ ഒരു പ്ലേറ്റിലെ മിക്സും കൂടെ നമുക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സ് ഇപ്പോൾ 2 പ്ലേറ്റിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റിലും ഈ ഒരു പ്ലേറ്റിലും നമ്മൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ കോട്ടിംഗ് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി വെക്കാനായിട്ട്. ആദ്യം നമ്മൾ ഈ ഒരു മിക്സ് വെച്ചു. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ എഗ്ഗിൻ്റെ ഒരു മിക്സ് വെച്ചു. പിന്നെ നമ്മൾ ആ ഡിവൈഡ് ചെയ്ത് ബാക്കിയുള്ള മിക്സും കൂടെ നമ്മൾ ഇവിടെ വെച്ചു. ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസസ് എടുക്കാം. നമുക്ക് ആദ്യം ഈ ഒരു മിക്സിൽ ഇതുപോലൊന്ന് മുക്കണം. നന്നായിട്ട് ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സിൽ ഇതുപോലൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫൈനലായിട്ടുള്ള ഈ ഒരു മിക്സിലും കൂടെ ഡബിൾ കോട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മിക്സിലും കൂടെ നന്നായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സും കൂടെ ചെയ്യാം. ആദ്യം നമ്മൾ ഈ ഒരു പൗഡറിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഫൈനലായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഈ ഒരു മിക്സിലും കൂടി നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇത് കോട്ടായി വരണം. മൈദയും കോൺഫ്ലെക്സും എല്ലാം ഇതിനകത്ത് നിന്ന് നന്നായി കോട്ടായി വന്നതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നു. അപ്പം നമുക്ക് എല്ലാം ഇതുപോലെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വഴി എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ ഡിപ്പ് ചെയ്ത്
ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഡീപ്പ് ഫ്രൈ വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അതിനായിട്ടൊരു പാൻ സ്റ്റവിന്മേൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഇതുപോലെ ആ പാനിൽ ഒരു 1/4 പരുവത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ഒഴിച്ചാലേ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 3 പീസ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ട് ഇതുപോലൊന്ന് മറിച്ചും തിരിച്ചു നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടും എണ്ണ നമ്മൾ നിറയെ ഒഴിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ടും നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നോളും, കുക്കായും വന്നോളും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കിയും തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ ചിക്കൻ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ കുക്കാവാനുണ്ട്. അല്ല, നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ആ KFC ചിക്കനിൽ നമ്മൾ KFCയിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ചിക്കൻ്റെ ടെക്സ്ചറും വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. കുറച്ചും കൂടെ ആവട്ടെ, നമുക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അകത്തെല്ലാം നന്നായി കുക്കായും വന്നിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് ചിക്കൻ പീസസ്. ഇപ്പം നമ്മൾ എണ്ണയിൽ നിന്ന് ഈ ചിക്കൻ പീസസ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ പീസസ് എല്ലാം കോരി ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ KFCയിലൊക്കെ കഴിക്കുമ്പം കിട്ടുന്ന അതേ ടെക്സ്ചറും അതേ ടേസ്റ്റുമാണ് ഈ ചിക്കൻ പീസസ് കഴിക്കുമ്പം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. താങ്ക്